നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഈ കാൽസ്യം എത്രമാത്രം ആവശ്യമാണെന്നുള്ളത്. അത് നമുക്ക് ഭക്ഷണം കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട കാൽസ്യം കിട്ടും. അതായത് കാൽസ്യം സപ്ലിമെന്റ് ഗുളികകളൊന്നും എക്സ്ട്രാ എടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ പാലുൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ മറ്റൊരു നല്ലൊരു സോഴ്സാണ് മത്സ്യങ്ങൾ. ഈ മത്സ്യമൊക്കെ നിങ്ങൾ അവയുടെ മുള്ളോട് കൂടി കഴിക്കാൻ നോക്കുക. അവയുടെ മുള്ളോട് കൂടി കൂടി കഴിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന സംഗതിയാണ് ഇലക്കറികൾ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ചീര, മുരിങ്ങ, എല്ലാ ഇലക്കറികളും നല്ലൊരു കാൽസ്യം റിച്ച് ഫുഡ്സ് ആണ്. ഇവ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട കാൽസ്യത്തിന്റെ അളവ് ശരീരത്തിൽ കിട്ടുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഈ കാൽസ്യം എത്രമാത്രം ആവശ്യമാണെന്നുള്ളത്. അത് നമുക്ക് ഭക്ഷണം കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട കാൽസ്യം കിട്ടും. അതായത് കാൽസ്യം സപ്ലിമെന്റ് ഗുളികകളൊന്നും എക്സ്ട്രാ എടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ പാലുൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ മറ്റൊരു നല്ലൊരു സോഴ്സാണ് മത്സ്യങ്ങൾ. ഈ മത്സ്യമൊക്കെ നിങ്ങൾ അവയുടെ മുള്ളോട് കൂടി കഴിക്കാൻ നോക്കുക. അവയുടെ മുള്ളോട് കൂടി കൂടി കഴിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന സംഗതിയാണ് ഇലക്കറികൾ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ചീര, മുരിങ്ങ, എല്ലാ ഇലക്കറികളും നല്ലൊരു കാൽസ്യം റിച്ച് ഫുഡ്സ് ആണ്. ഇവ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട കാൽസ്യത്തിന്റെ അളവ് ശരീരത്തിൽ കിട്ടുന്നതാണ്.